ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുജത്തി നിനക്കായി വൈഗ IPS തുടർച്ച അധ്യായം 19. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ? വേണ്ട, ഷാനു പെട്ടെന്ന് പറഞ്ഞു. മിത്ര അത്ര വേഗം സുഖപ്പെടണ്ട. അത് പറയാനാണ് ഞാൻ വന്നത്. സുഖപ്പെടണ്ടെന്നോ? ഡോക്ടർ അത്ഭുതപ്പെട്ടു. എൻ്റെ ഹൃദയം കൊടുത്താണ് ഡോക്ടർ ഞാൻ അവളെ തിരിച്ചെടുക്കാൻ പാടുപെടുന്നത്. അതുകൊണ്ട് അവൾ സുഖപ്പെട്ടാലുടനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലും ജയിലിലിടാൻ കാത്തിരിക്കുകയാണ് വൈഗ മേഡവും SP-യും. അവർ ഡോക്ടർ ഹരിലാലിനോട് പറയുന്നത് ഞാൻ കേട്ടു. അവൻ്റെ മുഖത്ത് ശരിക്കും ഭീതി പരന്നു. ഡോക്ടർ അനിൽരാജൻ ശബ്ദിക്കാതെ നിന്നു. അവൻ്റെ മുഖവും മനസ്സും ശരിക്കും പഠിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പയ്യൻ മിത്ര എന്ന പെണ്ണിൽ ഭ്രാന്തമായി ലയിച്ചു പോയിരിക്കുന്നു. ഡോക്ടർ വിനീഷ് ഒരവസരത്തിനായി കാത്തിരിക്കുമ്പോഴാണ് രജിസ്ട്രേഷൻ കൗണ്ടറിലെ ശില്പ ലീവ് എടുത്തത്. അതിന് പകരം ഇരുന്നത് ടീന. ഹായ് ടീന. വിനീഷ് രജിസ്ട്രേഷനിലേക്ക് ചെന്നു. പിങ്ക് നിറമുള്ള ഈ ചുരിദാർ കൊള്ളാം ടീന, താനിന്ന് കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ടീനയുടെ മുഖത്ത് ലജ്ജയുടെ കുങ്കുമം വീണു. സുമുഖനായ വിനീഷിനെ അവൾക്ക് ഇഷ്ടമായിരുന്നു. കടക്കണ്ണാൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അത് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് വിനീഷ് അവളോട് തൊട്ടു നിന്നു. ടീന, ICUവിലെ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കണമല്ലോടോ. ആ ഫയലൊന്നും എടുക്ക്, വിനീഷ് പറഞ്ഞു. അവൻ്റെ ദേഹത്തു നിന്നും വിദേശ പെർഫ്യൂമിൻ്റെ സുഖകരമായ ഒരു പരിമളം പരന്നു. അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം കൂടി ചേർന്ന് സുഗന്ധം അവളെ തരളിതമാക്കി. ടീന വേഗം കമ്പ്യൂട്ടറിൽ ICUവിൻ്റെ ഫയൽ എടുത്തു. 215 വന്നിട്ടും വൈഗ ഒരിക്കൽ ICUവിൻ്റെ ഭാഗത്തേക്ക് പോയത് വിനീഷ് ശ്രദ്ധിച്ചിരുന്നു. വൈഗയ്ക്ക് വേണ്ടപ്പെട്ട ആരോ ICUവിലുണ്ട്. അതാരാണെന്ന് കണ്ടെത്തണം. വിനീഷിൻ്റെ ശ്രമം അതിനാണ്. ടീന തുറന്ന ഫയലിൽ ഡോക്ടർ വിനീഷിൻ്റെ മിഴികൾ ശ്രദ്ധയോടെ നീങ്ങി. ICU നമ്പർ 5. ഡോക്ടർ ഹരിലാലിൻ്റെ പേഷ്യൻ്റെ പേര് അപർണ പ്രതാപ്. വയസ്സ് 22. ഫാദർ പ്രതാപൻ, മദർ രേണുക പ്രതാപൻ. അത്രയായപ്പോൾ ഡോക്ടർ വിനീഷിൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. രേണുക പ്രതാപൻ്റെ മകൾ അപർണ പ്രതാപ്. വിനീഷ് ബാക്കി കൂടി വായിച്ചു. അഡ്മിറ്റ് ചെയ്ത ആള് അഖിൽ പ്രതാപൻ. പേഷ്യൻറ്റുമായിട്ടുള്ള ബന്ധം സഹോദരൻ. രോഗം തലയ്ക്ക് പരുക്ക്. ആക്സിഡന്റ് കൊണ്ട് സംഭവിച്ചത്. അന്വേഷിച്ചത് കിട്ടിയ ആഹ്ലാദത്തോടെ വിനീഷ് ടീനയുടെ തോളിൽ മൃദുവായി തല്ലി. ഡീറ്റെയിൽസ് കിട്ടിയോ സർ? അവൾ ഉൾക്കുളിരോടെ ചോദിച്ചു. പിന്നെ കിട്ടാതെ? വിനീഷ് മനോഹരമായി ചിരിച്ചു. പിന്നെ കാണാടോ? ടീനയും ചിരിച്ചു. വിനീഷ് വേഗം നടന്നു. അവൻ്റെ ബലിഷ്ഠമായ ശരീരത്തിൻ്റെ പിൻകാഴ്ച ടീന കൊതിയോടെ നോക്കുന്നത് അവൻ അറിഞ്ഞു. നീ ക്ഷമിക്കൂ ടീന, അവസരം തരാം. ആദ്യം ഞാൻ തെന്നിമാറുന്ന ഒരു തിമിംഗലത്തെ വീഴ്ത്തട്ടെ, വിനീഷ് മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് മൊബൈൽ എടുത്ത് രശ്മിയെ വിളിച്ചു. ഹായ് രശ്മി, അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഒരു വലിയ സീക്രട്ട് ഞാനിന്ന് കണ്ടുപിടിച്ചടി. എന്ത് സീക്രട്ട്? രേണുക പ്രതാപനും 215 എന്തിനാ തമ്പടിച്ചിരിക്കുന്നതെന്ന്. എന്തിനാ? രശ്മി ആവേശത്തോടെ ചോദിച്ചു. എന്തിനാടാ, വേഗം പറയേ. അത് ഫോണിലൂടെ പറയാൻ പറ്റില്ല. എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ധൃതി വയ്ക്കാതടി. നമ്മൾ രണ്ടാളും ഔട്ടിങ്ങിന് പോകുന്നു. അവിടെ വെച്ച് പറയാം. ഔട്ടിങ്ങിനോ? എവിടേക്ക്? അതൊക്കെ പറയാം. നിനക്ക് സമ്മതമാണോ? എന്നാണ്? നാളെ എനിക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. മറ്റന്നാൾ. സമ്മതം, രശ്മി പറഞ്ഞു. അപ്പോൾ ആ തിമിംഗലം വീണു. വിനീഷ് കൗശലത്തോടെ ചിരിച്ചു. മൊബൈൽ ഓഫ് ചെയ്യുമ്പോൾ രശ്മിയും ചിരിച്ചു, ക്രൂരമായി. വിനീഷ് പറയുന്ന സീക്രട്ട് എന്തു തന്നെയായാലും അത് തനിക്കൊരു വാളാണ്. വൈഗ എന്ന തൻ്റെ കൊടും ശത്രുവിനെ വെട്ടിവീഴ്ത്താനുള്ള വാള്. വീഴ്ത്തട്ടെ, എന്നിട്ട് ഈ രശ്മി വിശ്രമിക്കൂ. അവള് പല്ലുകൾ കടിച്ചു. വൈകുന്നേരം ഓഫീസിൽ നിന്നും ഇറങ്ങിയ വൈഗ SP-യുടെ ഓഫീസ് റൂമിൽ ഒരു മീറ്റിങ്ങിനായി കയറാൻ ഒരുങ്ങുമ്പോഴാണ് എതിരെ CI ഗോപകുമാർ വന്നത്. ഞാൻ മാഡത്തിനെ കാണാൻ വരികയായിരുന്നു. സല്യൂട്ട് നൽകിക്കൊണ്ട് ഗോപകുമാർ പറഞ്ഞു. എന്താ ഗോപൻ?
പറയൂ. നമ്മൾ ആ കൈലാത്ത റോയ് ചാക്കയുടെ മകനെ വെറുതെ വിട്ടുകൂടാ മേഡം. എന്താ? എൻ്റെ ഒരു സുഹൃത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ക്ലിയറൻസ് ഗാർഡാണ്. ഞാൻ അവനെ ക്രിസ്റ്റോ റോയുടെ ഫോട്ടോ കാണിച്ചു. ഈ മുഖം പരിചിതമാണ് അവന്. എന്നുവെച്ചാൽ കാനഡയിലെ പഠനത്തിനിടയിൽ ക്രിസ്റ്റോ റോയ് തുടർച്ചയായി കേരളം സന്ദർശിക്കുന്നു അല്ലേ? അതെ മേഡം. പഠനത്തിനിടയിൽ അവൻ എന്തിനാണ് അടിക്കടി നാട്ടിലേക്ക് വരുന്നത്? അത് ഗോപന് മറുപടിയില്ല. അതറിയണമെങ്കിൽ നമ്മളിനി കൈലാത്ത എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ചെല്ലണം. വേണ്ടേ? ഉവ്വ് മേഡം. യെസ്, വൈഗ പറഞ്ഞു. റൂട്ടിനി അതാണ്. കൈലാത്ത എസ്റ്റേറ്റും ക്രിസ്റ്റോ റോയ് കൈലാത്തും. അധ്യായം 33. ഹലോ കാർത്തിക്. സേ ഗോപകുമാർ റൂമിൽ നിന്ന് പോയ ഉടൻ വൈഗ മൊബൈൽ എടുത്ത് കാർത്തിക്കിൻ്റെ നമ്പറിൽ വിളിച്ചു. എന്താടോ? കാർത്തിക് കോൾ എടുത്തു. സന്ധ്യയ്ക്ക് എന്താ ഒരു വിളി? സന്ധ്യയും രാത്രിയും പ്രഭാതമൊക്കെ നിങ്ങൾ എഞ്ചിനീയേഴ്സിനേ ഉള്ളൂ. പോലീസുകാർക്ക് അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല. അവൾ ചിരിച്ചു. ഓക്കെ, സമ്മതിച്ചു. ഇപ്പോൾ എൻ്റെ പ്രിയതമയ്ക്ക് എന്ത് വേണം? എന്നെ കാണണമെന്നോ മറ്റോ തോന്നിയോ? അവനും ചിരിച്ചു. കാർത്തിക്, കൈലാത്ത് എന്നൊരു എസ്റ്റേറ്റ് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താ വെച്ചേ? നാളെ അവിടെ വരെ ഒന്ന് പോകണം. ഉല്ലാസയാത്രയ്ക്കൊന്നും ഇല്ലല്ലോ? അല്ല, കേസ് അന്വേഷണത്തിന് തന്നെ. പോലീസ് ഗ്യാങ് മുഴുവനുണ്ടോ? അതോ താനും SP മാത്രമേ ഉള്ളൂ? ആരുമില്ല കാർത്തിക്, നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. എന്താ, പറ്റില്ലേ? പിന്നെ പറ്റില്ലേ. എപ്പോൾ വരണമെന്ന് പറയും. പക്ഷെ കാർത്തിക്, സീക്രട്ടായി നമ്മളെങ്ങനെ ആ എസ്റ്റേറ്റിൽ കടന്നുകൂടും? വൈഗ ചോദിച്ചു. ഒരു നിമിഷം കഴിഞ്ഞായിരുന്നു കാർത്തിക്കിൻ്റെ മറുപടി. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കൈലാത്ത എസ്റ്റേറ്റിലെ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രാഹുൽ എന്ന പേര്. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ. വൈഗയ്ക്ക് ഉത്സാഹമായി. കൈലാത്ത് എസ്റ്റേറ്റിലേക്ക് ഒരു പ്രവേശനം. എത്ര ബുദ്ധിമുട്ടിയാലും അത് സാധിച്ചേ മതിയാവും. കാർത്തിക് തീർച്ചയായും ഒരു വഴി കണ്ടെത്താതിരിക്കില്ല. ആ ആശ്വാസത്തോടെയാണ് വൈഗ വീട്ടിലേക്ക് തിരിച്ചത്. വൈദ്യുതി പ്രഭയിൽ അമ്പാടി വീട് ശോഭിക്കുന്നു. മുറ്റത്ത് വണ്ടി നിർത്തി വൈഗ അകത്തേക്ക് ചെല്ലുമ്പോൾ പരിഭ്രാന്തിയോടെ നിൽക്കുകയായിരുന്നു ഈശ്വരി. എന്താ അച്ഛമ്മേ? വൈഗ അവരുടെ അടുത്തേക്ക് ചെന്നു. ദുബായിൽ നിന്ന് ദിവാകരൻ വിളിച്ചിരുന്നു മോളെ. ദേവകിയാണ് പറഞ്ഞത്. വിഷമത്തിലായിരുന്നു അവരും. സധിയും കുട്ടികളും ഇതുവരെ അവിടെ എത്തിയില്ലെന്ന് പറഞ്ഞു. അതിന് അമ്മയും അച്ഛമ്മയും എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? സതി ആൻറ്റിയും കുട്ടികളും കൊച്ചിയിലുണ്ട്, സാവിത്രി ആൻറ്റിയുടെ കൂടെ, വൈഗ അറിയിച്ചു. നേരാണോ മോളെ? ഈശ്വരിക്ക് ആശ്വാസമായി. എന്നിട്ടും നീ എന്താ അത് നേരത്തെ പറയാതിരുന്നത്? പറഞ്ഞില്ലെന്നേ ഉള്ളൂ അച്ഛമ്മേ. അല്ല, ഇത്ര അടുത്തുണ്ടായിട്ടും അവൾ എന്നെ ഇതുവരെ വിളിച്ചില്ലല്ലോ. 101 പവൻ കൊടുത്തതിൻ്റെ നന്ദി പോലും ഇല്ല അസത്തിന്. ഈശ്വരി ഫോണിനടുത്തേക്ക് നീങ്ങി. ഒന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. കൊച്ചിയിലെ വീട്ടിൽ ഈശ്വരിയുടെ കോൾ അറ്റൻഡ് ചെയ്തത് സാവിത്രിയാണ്. ഹലോ, ആരാ? ഞാൻ നിൻ്റെ അമ്മയാടി സാവിത്രി, ഈശ്വരി പറഞ്ഞു. ഓ, അമ്മയാണോ? സാവിത്രി പരിഹസിച്ചു. മരുമകൾ മാത്രമല്ല, ഇങ്ങനെ ഒരു മകൾ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് തോന്നിയല്ലോ. മരുമകളെ മകളായി കാണാൻ മഹത്വമുള്ള ഒരമ്മയ്ക്ക് കഴിയൂ സാവിത്രി, അവർ തുറന്നു. എനിക്ക് ആ മഹത്വമുണ്ട്. കുടുംബത്ത് പറഞ്ഞ മഹിമയുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. പിന്നെ ഇത്രയും മഹിത്യം മഹിമയുള്ള അമ്മ എന്താ എന്നോടത് കാട്ടാത്തത്? നിനക്ക് അതിനുള്ള മഹത്വം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെന്താ? ഈശ്വരി ചിരിച്ചു. ഇങ്ങോട്ട് വിളിച്ചത് ഇത് പറയാനായിരുന്നോ? സാവിത്രിക്ക് അരിശം വന്നു. നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ? ഈശ്വരി ചോദിച്ചു. നീ ഫോണ് സതിക്ക് കൊടുക്ക്. സതി, സാവിത്രി നീട്ടി വിളിച്ചു. അടുക്കളയിലായിരുന്ന സതി അവൾ ധൃതിയിൽ വന്നു. നിനക്കാ ഫോണ്. അമ്മയാ വിളിക്കുന്നത്. സാവിത്രി റിസീവർ സതിക്ക് കൊടുത്തു. അമ്മയ്ക്ക് പെൺമക്കളെ 2 ശത്രുക്കളല്ലേ, പിന്നെന്തിനാ വിളിച്ചത്? സതി ഫോണിലൂടെ ശോഭിച്ചു. നീ എന്താ കൊച്ചിയിൽ തങ്ങിയത്? ദുബായിക്ക് എന്താ പോകാഞ്ഞത്? നീ കാശ് കൊണ്ട് ചെന്നില്ലെന്ന് പറഞ്ഞ് ദിവാകരൻ ഇങ്ങോട്ട് വിളിച്ചു. ഞാനെങ്ങനെയാ പോകുന്നത്? ദിവാകരേട്ടനെ കടം വീട്ടാൻ കാശ് വേണ്ടേ? കാശ് വീട്ടാനല്ലേടി നിനക്ക് ഞാൻ ആ സ്വർണം മുഴുവൻ തന്നത്? തന്ന സ്വർണം മുഴുവൻ അവൾ പിടിച്ചു മേടിച്ചു. അമ്മയുടെ കൊച്ചുമോള്, ആ പോലീസുകാരി. സതി രോഷം കൊണ്ടു. വൈഗ പിടിച്ചു മേടിച്ചെന്നോ സ്വർണം? നീ ഭ്രാന്ത് പറയല്ലേ സതി. തൻ്റെ അരികിൽ നിൽക്കുന്ന വൈഗ അന്താളിപ്പോടെ ഈശ്വരിയെ നോക്കി. വൈഗ വേഗം ലാൻഡ് ഫോണിൻ്റെ ലൗഡ് സ്പീക്കർ ഓണാക്കി. ഞാൻ ഭ്രാന്ത് പറഞ്ഞതല്ല, അവിടുന്ന് സ്വർണവും കൊണ്ട് ഞാൻ പോരുന്നതാ. പക്ഷെ വഴിക്ക് വെച്ച് ഒരുത്തൻ വണ്ടി നിർത്തിച്ച് അത് മുഴുവൻ തട്ടിപ്പറിച്ചെടുത്തു. എൻ്റെ കൃഷ്ണ, എൻ്റെ 101 പവൻ നീ മുടിപ്പിച്ചോ? ഈശ്വരി നെഞ്ചിൽ കൈവച്ചു.
എങ്ങും മുടിഞ്ഞു പോയിട്ടില്ല. അമ്മ അവളെ വിളിച്ചു ചോദിക്കി എവിടെയാ അത് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന്. പിന്നെ ആ സ്വർണം കുഴിച്ചിട്ട് കിളിർപ്പിച്ച് പറിച്ചെടുത്തിട്ട് വേണ്ടേ അവൾക്ക് ജീവിക്കാൻ. ഈശ്വരി മകളെ പരിഹസിച്ചു. മാന്യമായി ജീവിക്കാനുള്ള വക അവൾക്ക് വേറെ ഉണ്ട്. അവളുടെ മാന്യതയുടെ കാര്യമൊന്നും അമ്മ ഇങ്ങോട്ട് വിളമ്പല്ലേ. രഹസ്യ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അക്കാര്യത്തിൽ നീ വിഷമിക്കണ്ട. ഞങ്ങൾ ആ കല്യാണം ആഘോഷമായിട്ട് ഒന്നാണ്ട് നടത്താൻ പോവാം. നിന്നെ ക്ഷണിക്കാം. ആ സദ്യ കൂടെ കൊണ്ടിട്ട് നീ ദുബായിക്ക് പോയാൽ മതി. വർദ്ധിച്ച രോഷത്തോടെ ഈശ്വരി കോള് കട്ടാക്കി. അമ്മ എന്താടി പറഞ്ഞത്? സദ്യയുടെ അടുത്ത് നിന്ന് സാവിത്രി ചോദിച്ചു. വൈകയുടെ രഹസ്യ കല്യാണം പരസ്യമാക്കാൻ പോകുന്നു. ആഘോഷം നടത്തുവാന്ന്. നീ കേട്ടോടാ അത്? മുകളിൽ നിന്നും താഴേക്കിറങ്ങി വന്ന സാജനോട് സാവിത്രി ചോദിച്ചു. കേട്ടു, സാജൻ പറഞ്ഞു. അമ്പാടിയിൽ അവളുടെ കല്യാണം ആഘോഷിക്കുന്നതിൻ്റെ തലേന്ന് നിന്റെ കല്യാണം നടക്കണം. അതെൻ്റെ വാശിയാ, സാവിത്രി പറഞ്ഞു. അത് തന്നെയാ സാജ വേണ്ടത്. സതിയും വാശി കയറ്റി. നീയും ഗണേശനും കൂടി ആ രശ്മിയുടെ വിവാഹം ഉറപ്പിക്കി. ശരി, സാജൻ സമ്മതിച്ചു. എങ്കിലും അവൻ ഉറപ്പിച്ചു, അച്ഛനുമായി പോകും മുമ്പ് രശ്മിയെ ഒറ്റയ്ക്കൊന്ന് കാണണം. അമ്പാടിയിൽ ആ സമയത്ത് ഈശ്വരി ആകെ ബഹളമായിരുന്നു. മോളെ നീ കേട്ടോ അവൾ പറഞ്ഞത്? ആ സ്വർണം മുഴുവൻ നീ പിടിച്ചു മേടിച്ചെന്ന്. ദേവികയ്ക്ക് അത് കേട്ടപ്പോൾ വിഷമമുണ്ടായി. അവൾ കള്ളിയാ ദേവികെ, ഈശ്വരി പറഞ്ഞു. നാക്കെടുത്ത കള്ളയെ പറയൂ. സ്വർണം അവളുടെ കയ്യിൽ തന്നെ കാണും. അല്ല അച്ഛമ്മേ, വൈക പറഞ്ഞു. ആ സംസാരം കേട്ടാൽ അറിയാം. സതി ആൻറ്റിയുടെ കയ്യിൽ ഇപ്പോൾ സ്വർണ്ണം ഇല്ല. എൻ്റെ ഈശ്വര, എൻ്റെ 101 പവന് അത് ശരിക്കും നഷ്ടപ്പെട്ടോ മോളെ? നഷ്ടപ്പെട്ടു. സതി ആൻറ്റിയെ ആരോ കബളിപ്പിച്ചെടുത്തതാ. ആൻറ്റി കരുതുന്നത് അതിന് പിന്നിൽ ഞാനാണെന്ന്. അത്രയേ ഉള്ളൂ. എത്ര വർഷമായി ഞാനത് സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ അതിൽ നിന്നൊരു പണവിടയ്ക്ക് പോലും നഷ്ടം വന്നിട്ടില്ല. ഈശ്വരിക്ക് നെഞ്ചു വിങ്ങി. ആ സ്വർണം ആരുടെ കയ്യിലാണെങ്കിലും ഒരു പണവിട പോലും നഷ്ടപ്പെടാതെ മുഴുവൻ അച്ചമ്മയ്ക്ക് തിരിച്ചു കിട്ടും. പോരെ? എങ്ങനെ? ഈശ്വരി ആന്തലോടെ ചോദിച്ചു. എങ്ങനെ ആയാലും കിട്ടും. അച്ചമ്മയ്ക്ക് വൈകിയ വിശ്വാസമല്ലേ? ഉണ്ട്, അത് മതി. അവൾ ചിരിച്ചു. അപ്പോഴേക്കും അവളുടെ മൊബൈൽ അടിച്ചു. കാർത്തികാണ് വിളിച്ചത്. അവൾ മൊബൈലുമായി വേഗം സ്റ്റെയർ കേസിന് നേർക്ക് നീങ്ങി മുകളിലേക്ക് കയറി. വൈക, രാഹുൽ നാളെ കുട്ടിക്കാനത്ത് വെച്ച് നമ്മളെ പിക്ക് ചെയ്യും, കാർത്തിക് പറഞ്ഞു. പീരുമേട്ടിലാണ് കൈലാത്ത് എസ്റ്റേറ്റ്. കാര്യത്തിൻ്റെ ഗൗരവം രാഹുലിന് അറിയാമോ കാർത്തിക്? ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവനെ നമുക്ക് വിശ്വസിക്കാം. ശരി. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് കാർത്തികിൻ്റെ ഷിഫ്റ്റിൽ ഇരുവരും പുറപ്പെട്ടു. കുട്ടിക്കാലത്ത് രാഹുൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഷിഫ്റ്റ് അവിടെ പാർക്ക് ചെയ്തിട്ട് രാഹുലിൻ്റെ ടൊയോട്ട ഇന്നോവയിൽ ഇരുവരും കയറി. സുമുഖനായ ഇരുനിറക്കാരനാണ് രാഹുൽ. കാർത്തികിൻ്റെ അത്ര തന്നെ പ്രായം. ജീൻസും ഇൻ ചെയ്ത ക്രീം ഷർട്ടും വേഷം. പ്രസരിപ്പുള്ള പ്രകൃതം. നിങ്ങൾ രണ്ടാളും എഞ്ചിനീയേഴ്സ് ആണെന്നേ ഞാൻ പറയൂ. ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ പറഞ്ഞോ, കാർത്തിക് സമ്മതിച്ചു. ഒരു പുതിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. സെമി സർക്കിളും എക്സാഗണും ക്യാമ്പയിൻ ചെയ്ത് ഒരു ഷേപ്പാണത്. ഡിസൈനിൽ വേറെയും പ്രത്യേകതകളുണ്ട്. അതൊന്ന് കാണാനും സ്റ്റഡി ചെയ്യാനും വന്നതാണെന്നേ പറയൂ. ഓക്കെ, കാർത്തിക് പറഞ്ഞു. നീ യുക്തം പോലൊക്കെ പറഞ്ഞു. അതല്ലടാ, രാഹുൽ പറഞ്ഞു. വൈക മാഡം അവിടെ ചെല്ലുമ്പോൾ അറിയാതെ പോലീസിൻ്റെ വിശ്വരൂപം കണ്ട് എടുത്താലോ എന്ന് ഭയന്നിട്ടാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. രാഹുൽ ചിരിച്ചു. ഞാനത് ശ്രദ്ധിച്ചോളാം രാഹുൽ, വൈക പറഞ്ഞു. ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വേഷം കണ്ടില്ലേ? സിമ്പിൾ ചുരിദാർ, ഒരു കുഴപ്പമില്ല, പഞ്ചപാവം. എങ്ങനെയുണ്ട് മാഡം ഞങ്ങൾ ഹൈ റേഞ്ച് നടക്കെ? രാഹുൽ ചോദിച്ചു. അടിപൊളിയല്ലേ? ഇരുവശത്തും പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങൾ ശ്രദ്ധിച്ച് വൈക പറഞ്ഞു. നിങ്ങളുടെ വിവാഹാവശമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോര്, ഹണിമൂണിന്. രണ്ടാളെ ഇപ്പോഴേ ക്ഷണിക്കുന്നു. കാർത്തികും വൈകയും പരസ്പരം നോക്കി മന്ദഹസിച്ചു. പീരുമേടെത്തിയപ്പോൾ രാഹുൽ പറഞ്ഞു. 3 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ കൈലാത്ത് എസ്റ്റേറ്റ് ആരംഭിക്കും. 5000 ഏക്കർ വിസ്തീർണം. തേയില, കാപ്പി, കുരുമുളക്, ഏലം എല്ലാം ഉണ്ട്. ഒരു തേയില ഫാക്ടറിയും എക്സ്പോർട്ടിംഗ് ഓഫീസും പിന്നെ സ്കൂളും കോളേജും, രാഹുൽ വിശദീകരിച്ചു. ദൂരെ കൈലാത്ത് എസ്റ്റേറ്റ് എന്ന വലിയ ബോർഡ് കണ്ടു. മെയിൻ റോഡിൽ നിന്നും തിരിഞ്ഞ് ഏലവും തേയിലയും സമൃദ്ധിയായി വളർന്നു നിൽക്കുന്ന തോട്ടങ്ങളെ ചുറ്റി ടാർ റോഡിലൂടെ കാർ നീങ്ങുമ്പോൾ രാഹുൽ വീണ്ടും പറഞ്ഞു. റോയ് സാർ എന്ന സ്ഥലത്തില്ല, ഓട്ടോ സ്റ്റേഷനാണ്. വൈകുന്നേരം എത്തൂ. സിസിലി മാഡം പകൽ കൂടുതൽ നേരവും പ്ലേ സ്കൂളിലായിരിക്കും. ഡയാന റോയ് കൈലാത്തിന് വേണ്ടി സ്ഥാപിച്ച സ്കൂള് അല്ലേ?
വൈകി ചോദിച്ചു. അതെ, മാഡം എപ്പോഴും മകളുടെ കൂടെയാണ്. ആ കുട്ടിയാണെങ്കിൽ ഒരു വല്ലാത്ത പിടിവാശിക്കാരിയാണ്. 20 വയസ്സുണ്ടെങ്കിലും 5 വയസ്സിൻ്റെ മനസ്സാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. എന്ത് പറഞ്ഞാലും ഉടനെ സാധിക്കണം, അല്ലെങ്കിൽ ബഹളം ഉണ്ടാവും. അതുകൊണ്ട് റോയ് സാറും മാഡവും മാത്രമല്ല, പ്ലേ സ്കൂളിലെ ടീച്ചേഴ്സ് വരെ ആ കുട്ടിയുടെ താളത്തിന് തുള്ളേണ്ടി വരും, അയാൾ പറഞ്ഞു. അതിവിശാലമായൊരു കെട്ടിട സമുച്ചയത്തിന് മുന്നിൽ വണ്ടി നിന്നു. അതാണ് സ്കൂളും കോളേജും ഒക്കെ. എഞ്ചിനീയറിംഗ് കോളേജും ഹോസ്റ്റൽ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. വൈകി അത് ശ്രദ്ധിച്ചു. കോടികൾ മുടക്കിയുണ്ടാക്കിയ ലക്ഷറി സൗകര്യങ്ങൾ കോളേജിന് മുമ്പിൽ പോലും ഉണ്ട്. അതിവിശാലമായ ലാൻഡ്സ്കേപ്പും ഭംഗിയുള്ള ഗാർഡനും. മാഡം, നമുക്ക് ആദ്യം പ്ലേ സ്കൂളിലേക്ക് പോകാം. സിസ്ലി മാഡത്തിനെ പരിചയപ്പെട്ടിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് നീങ്ങാം, രാഹുൽ പറഞ്ഞു. ശരി. അവരങ്ങോട്ടേക്ക് നീങ്ങി. വിശാലമായ ഒരു ചിൽഡ്രൻസ് പാർക്കിന് സമം കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ പ്ലേ സ്കൂളിനോട് അനുബന്ധിച്ചിട്ടുണ്ട്. അത്യധികം ആഹ്ലാദത്തോടെ അവിടെ ആടുകയും പാടുകയും ചെയ്യുന്ന കുട്ടികൾ. 3 വയസ്സുള്ളവർ മുതൽ പ്രായപൂർത്തിയായവർ വരെ ഉണ്ട്. കാഴ്ചയിൽ തന്നെ അറിയാം ബുദ്ധിവികാസമില്ലാത്ത കുട്ടികളാണെന്ന്. വരൂ. രാഹുൽ പ്ലേ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ റൂമിന് നേർക്ക് നീങ്ങി. AC-യുടെ കുളിർമ, ലക്ഷറി സൗകര്യങ്ങൾ. എക്സിക്യൂട്ടീവ് ചെയറിൽ സൗന്ദര്യവും പ്രൗഢിയും നിറഞ്ഞ ഒരു സ്ത്രീ രൂപം. സിസ്ലി റോയ് കൈലാത്ത്. ഇത് സിസ്ലി മാഡം. രാഹുൽ അവരെ കാർത്തികിനും വൈകിക്കും പരിചയപ്പെടുത്തി. മാഡം, ഇതെൻ്റെ ക്ലാസ്മേറ്റും ഫ്രണ്ടുമാണ്, അരുൺ, എൻജിനീയറാണ്. ഇത് വൈഫ് റോജ. രാഹുൽ മനഃപൂർവ്വം പേര് മാറ്റി പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇവർ നമ്മുടെ പുതിയ ബിൽഡിംഗ് കാണാൻ വന്നതാണ്. ഇരിക്കൂ, അതീവ വിനയത്തോടെ സിസ്ലി പറഞ്ഞു. താങ്ക്സ്. അവരിരുന്നു. നമ്മുടെ പുതിയ ബിൽഡിംഗ് കാണാനും സ്റ്റഡി ചെയ്യാനും ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ രാഹുൽ. ക്രെഡിറ്റ് രാഹുലിനാണ് കേട്ടോ, സിസ്ലി പറഞ്ഞു. ശരിയാണ് മാഡം. സ്റ്റഡി ചെയ്യുന്നവരാരെങ്കിലും നമ്മുടെ കെട്ടിടം തീരും മുമ്പ് അതേ രീതിയിൽ പുതിയ കെട്ടിടം ചെയ്തു കളയുമോ രാഹുൽ? ഹേയ്, അതുണ്ടാവില്ല മാഡം, രാഹുൽ പറഞ്ഞു. ഹായ് രാഹു അങ്കിളെ. രാഹു അങ്കിളെ. പെട്ടെന്ന് വാതിക്കൽ നിന്നും ഒരു കൊഞ്ചൽ സ്വരം. മൂവരും അവിടേക്ക് നോക്കി. ഭംഗിയുള്ള മിഡിയൻ ടോപ്പും ധരിച്ച ഒരു മുതിർന്ന പെൺകുട്ടി, ഡയാന കൈലാത്ത്. രാഹുൽ പറഞ്ഞു. മോളു, സിസ്ലി വിളിച്ചു. മമ്മി. വിടർന്ന ചിരിയോടെ ഡയാന ശരീരമാകെ ഒലിച്ച് ഓടി വന്ന് സിസ്ലിയെ കെട്ടിപ്പിടിച്ചു നിന്നു. ഒറ്റ കാഴ്ചയിലെ അറിയാം ബുദ്ധിമാന്യമുള്ള കുട്ടിയാണെന്ന്. ഭംഗിയുണ്ട് കാഴ്ചയിൽ. സിസ്ലിയുടെ ചായയാണ്. മോളു, എന്താ ക്ലാസ്സിൽ നിന്ന് പോകുന്നത്? സിസ്ലി ചോദിച്ചു. മമ്മീനെ കാണാൻ. ഡയാന കൊഞ്ചി. എനിക്കിപ്പം മിഠായി വേണം മമ്മി, അവൾ പറഞ്ഞു. വെളുത്തുരുണ്ട കൈകൾ നീട്ടി ടേബിളിൻ്റെ വലിപ്പ് തുറന്ന് സിസ്ലി ഒരു ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് നീട്ടി. അവൾ കവറ് പൊട്ടിച്ച് അത് വായിലിട്ട് നുണഞ്ഞു. നല്ല മിഠായി, നല്ല മിഠായി, ആഹ്ലാദത്തോടെ അവിടെ പറഞ്ഞു. ഇനി മോള് ക്ലാസ്സിലേക്ക് ചെല്ല്, സിസ്ലി പറഞ്ഞു. മാഡത്തിന് ഈ ഒരു കുട്ടിയേ ഉള്ളൂ? ഒന്നും അറിയാത്ത പോലെ വൈകി ചോദിച്ചു. ഒരാൺകുട്ടി കൂടിയുണ്ട്, ക്രിസ്റ്റോ റോയ് കൈലാത്ത്. രാഹുലാണ് മറുപടി പറഞ്ഞത്. മോൻ കാനഡയിലാണ്, അവിടെ പഠിക്കുന്നു, സിസ്ലി പറഞ്ഞു. പോകാൻ വാതിക്കൽ വരെ എത്തിയ ഡയാന പെട്ടെന്ന് നിന്നു. കിറ്റിച്ച, കിറ്റിച്ച. വിടർന്ന ചിരിയോടെ അതിലേറെ കൊഞ്ചലോടെ ഡയാന ഓടി തിരികെ വന്നു. ക്രിസ്റ്റിയെ അവൾ കിറ്റിച്ച എന്നാണ് വിളിക്കുന്നത്. ക്രിസ്റ്റിച്ചായൻ എന്നാണ് മീനിങ്, സിസിലി പറഞ്ഞു. ക്രിസ്റ്റി വീട്ടിൽ വന്നിട്ടുണ്ടോ? രാഹുൽ പെട്ടെന്ന് ചോദിച്ചു. ആ ആ, കിറ്റിച്ച വന്ന്. വാ മമ്മി പോവാം. ഡയാന തുള്ളിച്ചാടി. സിസിലിയെ അവൾ പിടിച്ചു വലിക്കാൻ തുടങ്ങി. അവൾ ഷാഠ്യം പിടിച്ചാൽ പ്രശ്നമാണ്. സിസിലിയുടെ മുഖത്ത് പെട്ടെന്നൊരു രഹസ്യം വെളിവാക്കപ്പെട്ടു. ഭീതി. ഉവ്, അവൻ വന്നിട്ടുണ്ട്, അവർ പറഞ്ഞു. വൈകിയുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. കൊള്ളാം, താൻ വന്ന സമയം കൃത്യമാണത്. അധ്യായം 34. രാഹുൽ, എനിക്ക് വീട് വരെ ഒന്ന് പോകാതെ വരില്ലല്ലോ. മോളെയും കൊണ്ട് ഞാൻ ഇറങ്ങിയാണ്, സിസിലി കൈലാത്ത് പറഞ്ഞു. ഓക്കെ മാഡം. രാഹുൽ എഴുന്നേറ്റു. ഒപ്പം കാർത്തികും വൈകിയും. അല്ല, രാഹുലിന് തിരക്കായിരിക്കുമല്ലേ? സമയമുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെയും കൂട്ടി ബംഗ്ലാവിൽ വരെ ഒന്ന് വന്നിട്ട് പോകും. അത്രയെങ്കിലും മാന്യത കാട്ടിയില്ലെങ്കിൽ മര്യാദകേടാണെന്ന് കരുതി സിസിലി വെറുതെ ക്ഷണിച്ചു. ആ ക്ഷണത്തിൽ ആത്മാർത്ഥതയില്ലെന്നും തങ്ങൾ ചെല്ലാതിരിക്കാനാണ് അവർ ഉദ്ദേശിച്ചതെന്നും രാഹുലും കാർത്തിക്കും വൈകിക്കും മനസ്സിലായി. മൂവരും മുഖത്തോട് മുഖം നോക്കി. പിന്നെ സിസിലിയുടെ ക്ഷണം ആത്മാർത്ഥമാണെന്ന് ഭാവിച്ച് രാഹുൽ പറഞ്ഞു.
ഞങ്ങൾ ഇന്ന് മുഴുവൻ ഫ്രീ ആണ് മാഡം. ഇവരെയും കൊണ്ടൊന്ന് ചുറ്റണം. ഉവ്വോ. രാഹുൽ സൂത്രത്തിൽ കാർത്തികിനെ നേർക്ക് തിരിഞ്ഞു. അരുൺ, നമുക്ക് മാഡത്തിനൊപ്പം പോയി കൈലാത്ത് ബംഗ്ലാവ് ഒന്ന് കാണാം. സൂപ്പർ ഡിസൈനിങ് ആണ്. അത് ശരിക്കൊന്ന് കണ്ടാൽ അടുത്ത വർക്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. എന്താ റോജ, പോകാം? രാഹുൽ വൈഖിയോട് ചോദിച്ചു. പോകാം രാഹുൽ, കാർത്തികും വൈഖിയും പറഞ്ഞു. ഓക്കെ. സിസിലി ഇറങ്ങി. ഒപ്പം അവരും. അവരെ ഒഴിവാക്കാൻ സിസിലിക്ക് കഴിയുമായിരുന്നില്ല. ടൊയോട്ടോ ഇന്നോവ സ്കൂൾ മുറ്റത്തിട്ട് സിസിലിയുടെ ബെൻസ് കാറിൽ തന്നെ മൂവരും യാത്രയായി. രാഹുൽ ഡ്രൈവ് ചെയ്തു. കാർത്തിക് മുമ്പിലിരുന്നു. പിന്നിൽ ഡയാനയെ ചേർത്ത് പിടിച്ച് സിസിലിയും ഒപ്പം വൈഖിയും. കൈലാത്ത ബംഗ്ലാവിന് മുന്നിൽ ബെൻസ് വന്നു നിന്നപ്പോൾ ഡയാന ഡോർ തുറന്നിറങ്ങി ഒരോട്ടം. കിറ്റിച്ചാ, അവരുറക്കെ വിളിച്ചു. കൈലാത്ത ബംഗ്ലാവ് അരേക്കർ സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഒരു 3 നില കെട്ടിടം. മൈസൂർ കൊട്ടാരത്തെ വെല്ലുന്ന വാസ്തുശില്പ വൈദഗ്ധ്യമാണ് എല്ലായിടത്തും. ഓരോ അലങ്കാരവും പണക്കൊഴുപ്പെടുത്തു കെട്ടുന്നു. രാഹുൽ പറഞ്ഞത് ശരിയാണ്. കൈലാത്ത ബംഗ്ലാവ് ഒരു കാഴ്ച ബംഗ്ലാവ് തന്നെ. വരൂ. നെടുനീളത്തിൽ കണ്ണാടി പോലെ തിളങ്ങുന്ന വരാന്തയിലേക്ക് കയറിക്കൊണ്ട് സിസിലി ക്ഷണിച്ചു. വൈഖയും കാർത്തികും രാഹുലും അവരെ പിന്തുടർന്നു. വിശാലമായ ഹാളിലെ മനോഹരമായ കാർപ്പറ്റിലേക്ക് അവർ പാദങ്ങൾ നീട്ടിവയ്ക്കുമ്പോഴായിരുന്നു അത്. വാ കിറ്റിച്ച, വാ വാ. മുകളിൽ നിന്നും സ്റ്റെയർകേസിലൂടെ സ്റ്റെപ്പിറങ്ങി ആഹ്ലാദാരവത്തോടെ വരുന്നു ഡയാന. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ പിടിച്ചു വലിക്കുകയായിരുന്നു അവൾ. ക്രിസ്റ്റോ റോയ് കൈലാത്ത്. വൈക കണ്ടു അവനെ. വെളുത്തു തൊടുത്ത മുഖവും ചുവന്ന അധരങ്ങളും ക്ലീൻ ഷേവുമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇരുവരും താഴേക്ക് ഇറങ്ങി വന്നു. രാഹുൽ, അങ്കിൾ, ദേ കിറ്റിച്ച, എൻ്റെ കിറ്റിച്ചനാ. സ്വന്തം നെഞ്ചിൽ തൊട്ട് ഡയാന പറഞ്ഞു. എന്നിട്ട് ആഹ്ലാദം പങ്കുവയ്ക്കുന്നത് പോലെ അവൾ ഉറക്കെ ചിരിച്ചു. ഇതാണ് എൻ്റെ മോൻ ക്രിസ്റ്റോ. സിസിലി ക്രിസ്റ്റോയെ ചേർത്ത് പിടിച്ച് കാർത്തികിനോടും വൈഖിയോടുമായി പറഞ്ഞു. പിന്നെ തിരിച്ചു പരിചയപ്പെടുത്തി. മോനെ, ഇവർ രാഹുലിൻ്റെ ഫ്രണ്ട്സാണ്. വെരി ഗ്ലാസ് ടു മീറ്റ് യു. ക്രിസ്റ്റോ നേരത്തെ ചിരിയോടെ കാർത്തികിന് നേർക്ക് കൈനീട്ടി. ഒരു ഷേക്ക് ഹാൻഡ്. വൈഫാണല്ലേ? വൈഖിയെ നോക്കി ക്രിസ്റ്റോ ചോദിച്ചു. അതെ, വൈക പറഞ്ഞു. മേഡ് ഫോർ ഈച്ച് അതർ. മന്ദഹസിച്ചുകൊണ്ട് ക്രിസ്റ്റോ അഭിനന്ദിച്ചു. കിടിച്ച, മിഠായി. കയ്യിലിരുന്ന മിഠായി സഹോദരനെ നീട്ടിക്കൊണ്ട് ഡയാന പറഞ്ഞു. ഇച്ചായന് വേണ്ട മോളോ, നീ തിന്നോ. വാത്സല്യത്തോടെ ആ മിഠായി അനീത്തിയുടെ വായിലേക്ക് തന്നെ വെച്ചു കൊടുത്തുകൊണ്ട് ക്രിസ്റ്റോ പറഞ്ഞു. എന്നിട്ട് രാഹുലിന് നേർക്ക് തിരിഞ്ഞു. പുതിയ ബിൽഡിംഗ് എന്ന് തരും മിസ്റ്റർ രാഹുൽ? പണമിറക്കുന്ന ഒരു മുതലാളിയുടെ വൈഭവവും അധികാരവും ഉണ്ടായിരുന്നു ആ ചോദ്യത്തിൽ. മാക്സിമം 1 ഇയർ, രാഹുൽ പറഞ്ഞു. ഓക്കെ, ക്രിസ്റ്റോ സമ്മതിച്ചു. ക്രിസ്റ്റോ എന്ന് മടങ്ങും? രാഹുൽ ചോദിച്ചു. ടുനൈറ്റ്, ക്രിസ്റ്റോ പറഞ്ഞു. ഐ ആം സോറി, ഞാനൊരു മെയിൽ നോക്കുമ്പോഴായിരുന്നു മോള് വന്നത്. എനിക്ക് ബാക്കി കൂടി ചെക്ക് ചെയ്യാനുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ ക്രിസ്റ്റോ, രാഹുൽ സമ്മതിച്ചു. മോളു, ഞാൻ ഇത്തിരി പണിയുണ്ട്, പോട്ടെ. ടാറ്റാ. ഡയാന ആഹ്ലാദത്തോടെ കൈവീശി. ക്രിസ്റ്റോ ഗോവണി കയറി ബാൽക്കണിയുടെ അപ്പുറത്ത് മറിഞ്ഞു. വൈകിക്ക് തോന്നി അവൻ്റെ മുഖത്ത് നിഷ്കളങ്കത മാത്രമേ ഉള്ളൂ എന്ന്. ക്രിസ്റ്റോ റോയി കൈലാത്താണോ അതോ അവൻ്റെ അപ്പൻ കൈലാത്ത് റോയി ചാക്കയാണോ കള്ളൻ? കണ്ടെത്തണം. സിസിലിയുടെ ആദിത്യ മര്യാദ സ്വീകരിച്ച് ചായ കുടിച്ച ശേഷം പുതിയ ബിൽഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ടാണ് വൈഖിയും കൂട്ടരും മടങ്ങിയത്. ഒറ്റ കാഴ്ചയിൽ ക്രിസ്റ്റോ റോയി ഒരു പാവം പയ്യനാണ് അല്ല വൈഖ? യാത്രക്കിടയിൽ കാർത്തിക് ചോദിച്ചു. തേയിലത്തോട്ടത്തിൽ കൊളുന്തു നുള്ളുന്ന സ്ത്രീകളുടെ പിന്നിൽ ഒട്ടിക്കിടക്കുന്ന ചൂരൽക്കൊട്ട ശ്രദ്ധിക്കുന്നതിനിടെ വൈഖ പറഞ്ഞു. അതെ, ഒറ്റ കാഴ്ചയിൽ അങ്ങനെ തോന്നും. പക്ഷേ എന്താ വൈഖ, എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താ? എന്തോ നമ്മളാദ്യം വരുൺ ദേവിനെ സംശയിച്ചു. അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. പിന്നെ അഖിലിനെ സംശയിച്ചു. അവനും നിരപരാധിയായിരുന്നു. ശരിയല്ലേ? കാർത്തിക് ചോദിച്ചു. അതുപോലെ തന്നെയാണെങ്കിലും ഈ ക്രിസ്റ്റോ റോയും വൈകിയുടെ ഞെട്ടിച്ചുടിഞ്ഞു. ക്രിസ്റ്റോയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. രാഹുൽ ഇടയ്ക്ക് കയറി. പ്രത്യേകിച്ചൊന്നും കേട്ടിട്ടുമില്ല. പക്ഷേ റോയ് ചാക്കയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്ത്? വൈക ഉഷാറായി.
ഒരു പെൺകുട്ടിയിൽ അയാളുടെ കണ്ണ് പെട്ടാൽ, അവളെ അയാൾ ആഗ്രഹിച്ചു പോയാൽ എന്ത് വില കൊടുത്തും അയാളത് സാധിച്ചിരിക്കുമെന്ന് രാഹുൽ തുറന്നു. പെണ്ണിന് സമ്മതമാണെങ്കിൽ റോയ് ചാക്ക നോർമലാണ്, അല്ലെങ്കിൽ നേരെ മറിച്ച. അവൾക്ക് മനസ്സില്ലെങ്കിലോ? പിന്നത്തെ കാര്യം പറയേണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. ആക്രമിച്ച് അയാൾ കീഴ്പ്പെടുത്തും. അതിനിടെ പെണ്ണിൻ്റെ ജീവൻ പോയാലും റോയ് ചാക്കോയ്ക്ക് പുല്ലാണ്. സത്യം? വൈഗയ്ക്ക് ആകാംക്ഷയായി. മേഡം ആവേശം കൊള്ളണ്ട. ഇതിൽ നിന്നൊന്നും മേഡം അന്വേഷിക്കുന്ന കേസിന് ഒരു തുമ്പും കിട്ടില്ല. കാരണം റോയ് ചാക്കോയുടെ ഈ പരാക്രമങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു, ഡയാന ജനിക്കുന്നതിന് മുമ്പ്. രാഹുൽ പുഞ്ചിരിച്ചു. ഇപ്പോഴോ? കാർത്തിക് ചോദിച്ചു. ഒരു പെൺകുട്ടി ജനിച്ചതോടെ എല്ലാ പരാക്രമവും തീർന്നു. അയാളുടെ പ്രവൃത്തിയുടെ ഫലമാണ് ആ കുട്ടിയെന്ന് സിസിലി മേഡം കുറ്റപ്പെടുത്തി. റോയ് സാറിന് അത് നിഷേധിക്കാൻ കഴിയുമായിരുന്നില്ല. ഇനിയൊരു കുഞ്ഞിന് ജന്മം നൽകിയാൽ, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചാൽ ഫലം ഇതുതന്നെയാവുമോ എന്ന് ഭയന്ന് പിന്നീട് അദ്ദേഹം അതേക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ അദ്ദേഹം തികച്ചും മാന്യനാണ്, മര്യാദക്കാരനാണ്, ക്ലീൻ ഇമേജുകാരനാണ്. അങ്ങനെ പാവങ്ങളുടെ ദൈവമായി. കൊള്ളാലോ, കാർത്തിക് പറഞ്ഞു. മകൾക്ക് വേണ്ടി തീർത്ത പ്ലേ സ്കൂൾ ഇപ്പോൾ 100-ലേറെ കുട്ടികളുണ്ട്, വിവിധ പ്രായക്കാർ. അവരുടെ അഡ്മിഷൻ ഫീസും താമസ സൗകര്യങ്ങളെല്ലാം സൗജന്യമാണ്. എന്നിട്ടും കുറ്റബോധവും പാവക്കറിയും തീരുന്നില്ലെന്നാണ് ഈ സിസിലി മേഡം പറയാറ്. അപ്പം ഈ റോയ് ചാക്കോയും ക്രിസ്റ്റോ റോയും നമ്മുടെ കേസിൻ്റെ അങ്ങേയറ്റത്തെ ലക്ഷ്യമേ അല്ല, അല്ലേ വൈഖ? കാർത്തിക് ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചു. നമ്മുടെ ഈ യാത്ര വെറുതെയായി അല്ലേ? കാർത്തിക് വീണ്ടും ചോദിച്ചു. നിങ്ങൾ 2 എഞ്ചിനീയേഴ്സിന് അങ്ങനെ തോന്നാം, വൈക ചിരിച്ചു. പക്ഷെ ഞാനൊരു പോലീസ് ഓഫീസറാണ്, കണ്ണടച്ച് ഒന്നും വിശ്വസിക്കില്ല. എന്നുവെച്ചാൽ? കാർത്തിക് അമ്പരന്നു. രാഹുലും. വെയിറ്റ്, ഒരു 5 മിനിറ്റ്, നമുക്കൊരു ക്ലൂ കിട്ടാതിരിക്കില്ല. വൈക അപ്പോഴും ചിരിച്ചു. അപ്പോഴാണ് അവളുടെ മൊബൈൽ ശബ്ദിച്ചത്. അവളത് അറ്റൻഡ് ചെയ്തിട്ട് കാർത്തികിനെയും രാഹുലിനെയും മാറി മാറി നോക്കി. എന്നിട്ട് പറഞ്ഞു, വിളിച്ചത് SP ആണ്. ഉവ്വോ, എന്താ വിശേഷം? കാർത്തിക് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കണ്ണടച്ച് പൂർണ്ണമായും വിശ്വസിക്കാനാവില്ലെന്ന്. എന്താ, എന്തു പറ്റി? കാനഡയിൽ നിന്നും ക്രിസ്റ്റോ റോയ് കൈലാത്ത് എന്നൊരു യാത്രക്കാരൻ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയിട്ടേയില്ല ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ. പോരെ? അവൾ ചോദിച്ചു. അവൻ ട്രിവാൻഡത്താണ് ഇറങ്ങിയെങ്കിലോ? കാർത്തിക് സംശയം പ്രകടിപ്പിച്ചു. വൈക ചിരിച്ചു. ഈ പറഞ്ഞത് ഒരിടത്തും ക്രിസ്റ്റോ ഇറങ്ങിയിട്ടില്ല. ക്രിസ്റ്റോ ഇനി മറ്റൊരു പേരിലാണ് വന്നതെങ്കിലോ? കാർത്തിക് ചോദിച്ചു. അങ്ങനെ മറ്റൊരു പേരിൽ എന്തിന് ക്രിസ്റ്റോ യാത്ര ചെയ്യണം? രാഹുൽ ചോദിച്ചു. അഥവാ പേര് മാറ്റി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിന്? ഏത് പേരിലാണ് വന്നത്? ഇതൊക്കെ അറിയണം, അറിഞ്ഞേ പറ്റൂ. വൈക ശാന്തയായി പറഞ്ഞു. അതറിയാൻ ഇനി ഒരുപാടൊന്നും സഞ്ചരിക്കേണ്ടി വരില്ല. തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു അവൾക്ക്. മടങ്ങിയെത്തി രാഹുലിനോട് യാത്ര പറയുമ്പോൾ വൈകിയുടെ മുഖത്തും പ്രസരിപ്പായിരുന്നു. താങ്ക് യു രാഹുൽ, ഇങ്ങനെ ഒരു യാത്ര ഒരുക്കി തന്നതിനും കൈലാത്ത് ബംഗ്ലാവ് വരെ പോയതിനും. യാത്ര ഒട്ടും പാഴായില്ല കേട്ടോ. അവൾ ചിരിച്ചു. പിടിച്ചു കയറാൻ എനിക്ക് കിട്ടിയത് പൊട്ടാത്തൊരു കാര്യം തുമ്പാണ്. ആ തുമ്പെന്താണെന്ന് രാഹുലിനൊട്ടും മനസ്സിലായില്ല. വൈകി അത് വിശദീകരിക്കാൻ കൂട്ടാക്കിയതുമില്ല. സന്ധ്യയ്ക്ക് മുമ്പേ ഡ്രൈവർ കുര്യാക്കോസ് BMW കാറും കൈലാത്ത് ബംഗ്ലാവിൻ്റെ വലിയ പോർച്ചിൽ കൊണ്ടുവന്ന് നിർത്തി. ഐവറി നിറമുള്ള ആ കാറിൽ നിന്നും റോയ് ചാക്കോ കൈലാത്ത് ഇറങ്ങി അകത്തേക്ക് കയറി. ലിവിംഗ് റൂമിൽ നിന്നും 4 കെട്ടിൻ്റെ വരാന്തയിലേക്ക് ചെല്ലുമ്പോൾ TV-യിൽ ടോം ആൻഡ് ജെറി കാർട്ടൂൺ കണ്ട് ആത്ത് ചിരിക്കുകയായിരുന്നു ഡയാന. മോളൂ, വാത്സല്യത്തോടെ റോയ് ചാക്കോ ഉറക്കെ വിളിച്ചു. പപ്പ! ആഹ്ലാദത്തോടെ ഡയാന എഴുന്നേറ്റു. മമ്മി, പപ്പ വന്നേ, പപ്പ! അവൾ ഓടി വന്ന് റോയിയെ കെട്ടിപ്പിടിച്ചു. അയാൾ കയ്യിൽ കൊണ്ടുവന്ന കുറേ പാക്കറ്റുകൾ മകളെ ഏൽപ്പിച്ചു. ഇതെല്ലാം പപ്പയുടെ മോളിനുള്ളതാ. ഡയാന എല്ലാ പാക്കറ്റുകളും വലിച്ചഴിച്ചു. മുത്തും കല്ലും സീക്വൻസും ഒക്കെ തുന്നിയ മിന്നിത്തിളങ്ങുന്ന മിടിയും ടോപ്പും ഉടുപ്പുകളുമായിരുന്നു അതിൽ. പപ്പയുടെ മോളെന്നിട്ടെ, പപ്പ കാണട്ടെ. എവിടെ പോയിട്ട് വരുമ്പോഴും റോയ് ചാക്കോ മകൾക്കായി കയ്യിൽ കിട്ടുന്നതെല്ലാം കൊണ്ടുവരാറുണ്ട്. ഡയാന ഒരു ഫ്രോക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ധരിച്ചു. നല്ലതാണോ പപ്പ? ഡയാന റോയ് ചാക്കോയോട് ഒട്ടിച്ചേർന്നു നിന്നു. നല്ലതാണ്, ഉഗ്രൻ, മോളൂന് നന്നായി ചേരും. ബഹളം കേട്ട് അകത്തുനിന്ന് ഇറങ്ങി വന്ന സിസിലി പറഞ്ഞു. ഡയാനയുടെ കണ്ണുകൾ സ്വിച്ചിട്ട ബൾബ് പോലെ പ്രകാശിച്ചു. അല്ലെങ്കിലും എവിടെ പോയിട്ട് വന്നാലാ
പപ്പ മോളിന് ഡ്രസ്സ് കൊണ്ടുവരാത്തത്? എത്ര വാങ്ങിയാലും പപ്പയ്ക്ക് മതിയാവില്ലല്ലോ, സിസിലി പറഞ്ഞു. എത്ര വാങ്ങിക്കൊടുത്താലും എൻ്റെ മോൾ അതൊക്കെ എടുത്തു ധരിക്കും. ഓടിച്ചാടി നടക്കും. റോയിയുടെ ശബ്ദം തണു. പക്ഷെ എനിക്കുള്ളതെല്ലാം തീരെഴുതി കൊടുത്താലും അവൾക്ക് ആവശ്യമുള്ള ബുദ്ധി കിട്ടില്ലല്ലോ സിസിലി. അയാളുടെ ശബ്ദം കുറച്ച് പതറി. എന്താ റോയ് ചായത്? ഇപ്പോൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്? സിസിലി ചോദിച്ചു. ഞാൻ ചെയ്ത പാവങ്ങൾ എന്നെ തിരിഞ്ഞു കുത്തുകയാണ് സിസിലി, റോയി പറഞ്ഞു. വെറുതെ എന്നെ കരയിപ്പിക്കാനായി ഓരോന്ന് പറയില്ലേ റോയിച്ച. സിസിലിയുടെ കണ്ണ് നിറഞ്ഞു. ദൈവം നമ്മളെ ഒരുപാടങ്ങ് ശിക്ഷിച്ചിട്ടില്ലല്ലോ റോയിച്ചായ. കണ്ണീര് തുടച്ച് സിസിലി പറഞ്ഞു. നമ്മളെ ജീവന തുല്യം സ്നേഹിക്കാൻ പട്ടുപോലത്തെ സ്വഭാവമുള്ള ഒരു പൊന്നു മകനെ കർത്താവ് തന്നില്ലേ? അതുപോരെ നമുക്ക്. മതി, അത് മതി. അയാൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മറ്റൊരു പാക്കറ്റ് എടുത്തു. മോനെ എവിടെ? മടക്കയാത്രയ്ക്ക് ഒരുങ്ങിയ? പാക്കിംഗ് കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങിപ്പോന്നത്. ഇതൂടെ ആ കൂട്ടത്തിൽ വെച്ചോ സിസിലി, അവന് വേണ്ടി ഞാൻ വാങ്ങിയതാ. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ വീണ്ടും നമ്മൾ കണ്ടുകിട്ടും. അതുവരേക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.